ഹലോ എവരി വൺ, വെൽക്കം ടു ബിഗ് സ്കൂൾ. ഇന്ന് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ലോഗോ എൻ്റെ മോള് ഡിസൈൻ ചെയ്ത് തന്നതാണ്. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുന്നു. ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ബ്രേക്കൗട്ട് സ്റ്റോക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം, ഓക്കെ, എങ്ങനെയാണ് ഒരു ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആൻഡ് വെൻ ഈസ് ദ റൈറ്റ് ടൈം ടു എക്സിറ്റ്. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് 30th ഡ്യൂറിങ് ദ ഡേയിൽ ബ്രേക്കൗട്ട് നടന്ന സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് 31st ഏർലി മോർണിംഗ് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന് അയച്ചു കൊടുത്ത റിപ്പോർട്ടാണിത്. ഓക്കെ, 30th ഡ്യൂറിങ് ദ ഡേയിൽ ബ്രേക്കൗട്ട് കണ്ട സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 31st ഏർലി മോർണിംഗ് പെയ്ഡ് മെമ്പേഴ്സിന് അയച്ചു കൊടുത്ത് 1-2 സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബ്രേക്കൗട്ട് നടന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. അത് AIA എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. 30th ഫസ്റ്റ് സ്റ്റോക്ക് നമ്മുടെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തേക്കുന്നത് AIA എഞ്ചിനീയറിംഗ്. ഓക്കെ, അതിൻ്റെ AIA എഞ്ചിനീയറിംഗ് അന്നത്തെ ദിവസം ക്ലോസിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 3970. ഓക്കെ, 3970 ആണ് അന്നത്തെ ക്ലോസിംഗ് പ്രൈസ്. ഓക്കെ, ഇവിടെ ഗ്രീനിൽ കാണുന്നമല്ലോ 3970. നമുക്കിനിയും ഇന്നത്തെ പ്രൈസ് എന്തുവാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 3/1/2026. ഓക്കെ, 3/1/2026. ഇന്ന് സാറ്റർഡേ ആണ്, ട്രേഡിംഗ് ഹോളിഡേ ആണ്. ബട്ട് യെസ്റ്റർഡേ, അതായത് ഫ്രൈഡേ ക്ലോസിംഗ് പ്രൈസ് 4091. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പം നമ്മൾ 3970 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബ്രേക്കൗട്ട് തന്നു. ബ്രേക്കൗട്ട് ഇതാണ്, ഒരു റെസിസ്റ്റൻസ് ആയിരുന്നിത് ഈ ലൈന്. ഓക്കെ, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തപ്പം അത് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന് അത് നമ്മൾ ഇൻഫോം ചെയ്തു. അതാണ് അന്നത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് 3970. ഇന്നത്തെ പ്രൈസ് 4091. അപ്പം ഷെയർ നല്ലൊരു പെർസെൻറ്റേജ് മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ 2 കാര്യങ്ങൾ നമ്മളിവിടെ കാണാം. 2 വെർട്ടിക്കൽ ലൈൻസ്. ബ്ലൂവിൽ കാണുന്ന വെർട്ടിക്കൽ ലൈൻസ് ബിഗിൻ്റെ ക്രോസ് ഓവറാണ്. അത് 10 and 30. ഓക്കെ, ഇവിടെ 3 ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ലൈന്, അത് 3 മൂവിങ് ആവറേജസ് ആണ്. റെഡ് 200-day മൂവിങ് ആവറേജ്, blue 30-day moving average, and white 10-day moving average. ഓക്കെ, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഗോൾഡൻ ക്രോസ് ഓവർ. ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആക്ച്വൽ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് when 50-day moving average moves above 200-day moving average from below. ഓക്കെ, അത് നമ്മൾ ഇത് സങ്കല്പിക്കുക. ഈ ബ്ലൂ ലൈൻ 50-day ആണെന്നങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം ഈ 50-day മൂവിങ് ആവറേജ് താഴേന്ന് മേളിലോട്ട് ക്രോസ് ചെയ്യുന്ന ആ ജംഗ്ഷനാണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അതായത് 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ്, റെഡ് 200 ആണ്, 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മേളിൽ പോകുമ്പോഴാണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ആ ജംഗ്ഷനാണ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തു. 50-ന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് 30-day മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ എൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ 30-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്ന ആ ജംഗ്ഷനാണ് എൻ്റെ ഗോൾഡൻ ക്രോസ് ഓവറും. അതേപോലെ ബിഗ് ക്രോസ് ഓവർ 10-day മൂവിങ് ആവറേജ് 30-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്ന
ഈ ഒരു ജംഗ്ഷനാണ് ബിഗ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. സാധാരണ എപ്പോഴും ആദ്യം വരുന്നത് ബിഗ് ക്രോസ് ഓവറാണ്, ഫോളോഡ് ബൈ കൺഫർമേഷൻ ഗോൾഡൻ ക്രോസ് ഓവർ വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിനെ നമ്മൾ ബിഗ് ഐഡൻറ്റിഫൈ ചെയ്തത് 24 സെപ്റ്റംബർ 2025. അന്ന് അതിൻ്റെ പ്രൈസ് 3000 somewhere around 3100 കൂട്ടിക്കോ, somewhere around 3100. അവിടുന്ന് ഓൾമോസ്റ്റ് 1000 പ്രൈസാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് തന്നേക്കുന്നത് കസ്റ്റമേഴ്സിന്. ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അന്ന് മുതൽ ഇൻ ടുഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു 1000 രൂപ അപ്പായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് എത്ര ആയെന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പ്രൈസ് റേഞ്ച് ഇവിടുന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടുന്ന് ഗോൾഡൻ ക്രോസ് ഓവർ, ഇവിടുന്ന് ഇന്നത്തെ ക്രോസ് ഓവർ നടത്തി കഴിയുമ്പോൾ 32% നമുക്ക് ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു റെസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ റെസിസ്റ്റൻറ്റിൽ വന്നു, ഹിറ്റായി, റീബൗണ്ട് ചെയ്തു. നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്തൂടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഹയർ ഹൈയിൽ വന്ന് ഇവിടെ 2-3 വട്ടം അറ്റംപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു. ഓക്കെ, വീണ്ടും ഈ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്തപ്പം വീണ്ടും നമ്മൾ കയറി. അപ്പം നമ്മൾ വീണ്ടും റെക്കമെൻഡ് ചെയ്തു ബൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്രയും 4091 കയറിയിട്ടുണ്ട്. ഇതാണ് ഒരു സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ 30/12/25 ഡേറ്റിൽ ബ്രേക്കൗട്ട് വന്ന ഒരു സ്റ്റോക്കാണ്. അത് നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 293. ഓക്കെ, 293 നമ്മൾ ഈ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ബിഗ് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബിഗ് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. ഗോൾഡൻ ക്രോസ് ഓവർ വളരെ മുമ്പേ നടന്ന ഒരു സ്റ്റോക്കാണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വേറൊരു ബിഗ് ക്രോസ് ഓവർ വന്നു, ഒരു ബ്രേക്കൗട്ട് തന്നു ഇവിടെ 18 സെപ്റ്റംബറിൽ. അത് കഴിഞ്ഞിട്ട് ഷെയർ മേളിലോട്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ചെയ്തു, ഇറങ്ങി, വീണ്ടും ഒരു ബ്രേക്ക് തന്നു ഇവിടെ. അപ്പോൾ ഈ ബ്രേക്കിലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിനെ നമ്മളത് ഇൻഫോം ചെയ്തത്. ഓക്കെ, അന്നത്തെ ഡേ ക്ലോസ് 293 ആണ്. അപ്പോൾ ഇന്ന് എത്ര നമുക്ക് നോക്കാം. ഇന്ന് 305. ഓക്കെ, 2980 സ്റ്റോക്ക് ഇത്രയും കൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻ്റ് ആയിരുന്നു. ആ റെസിസ്റ്റൻറ്റിനെയും ബ്രേക്ക് ചെയ്ത് ഇതൊരു സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു വട്ടം അവിടെ വന്ന് ഈ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്തതിനാണ് നമ്മളവിടെ റെസിസ്റ്റൻറ്റ് മാർക്ക് ചെയ്തത്. ആ റെസിസ്റ്റൻറ്റിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറിയപ്പോൾ നമ്മളതിനകത്ത് കയറി. അപ്പം അത് രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ്. ഒന്നുകൂടെ ഒരു എക്സാമ്പിളൂടെ കാണാം. കുറേ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ വേറൊരു എക്സാമ്പിളൂടെ കാണാം. ഓക്കെ, ഭാരത് ഫോജിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 1454. ഓക്കെ, ഭാരത് ഫോജിൻ്റെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് 1454. ഭാരത് ഫോജിൻ്റെ 1454. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 1454 ഇന്ന് 1478 ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കും നമ്മൾ വീണ്ടും നമ്മുടെ ബൈ അല്ല ഈ ബ്രേക്കൗട്ട് റെക്കമെൻഡേഷനിൽ വന്നതിൻ്റെ റീസണ് ഇവിടെ വീണ്ടും ഒരു ബിഗ് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ
ക്രോസ് ഓവർ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ക്രോസ് ഓവർ ആകേണ്ടതായിരുന്നു. ഇത് ഒന്ന് തിരിച്ചിവിടെ വന്നിട്ട് റീബൗണ്ടായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും അതിനെ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഇതൊരു പർട്ടിക്കുലർ റേഞ്ചിൽ കൂടാണ് ഈ സ്റ്റോക്കും ട്രാവൽ ചെയ്യുന്നത്, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതിനകത്തൂടെ പോയപ്പം കണ്ടില്ലേ, എപ്പോഴും ആ ഒരു റേഞ്ചിനെ ഇത് വന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബാരൽ ഫ്രോജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എത്ര ദിവസം ഇത് വന്ന് ആ പർട്ടിക്കുലർ റേഞ്ചിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് മേളിലോട്ട് പോകുന്നു. അപ്പം 1, 2 മേൽ, അതുപോലെ തന്നെ ഹൈയിലും 2 വട്ടം അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, അങ്ങനെ പോകുന്നു. അപ്പം നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മെമ്പേഴ്സിന് ബ്രേക്കൗട്ട് സ്റ്റോക്ക് ഒരു മിനിമം 10 to 15 ബ്രേക്കൗട്ട് സ്റ്റോക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു റിപ്പോർട്ടിനകത്തായിരിക്കും ഇത്രയും ബ്രേക്കൗട്ട് സ്റ്റോക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് മേടിക്കണോ വേണ്ടായോ അത് നിങ്ങൾ തീരുമാനിക്കാം. 1, 2 ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ചില സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വല്ലാത്ത ഒരു പ്രയാസത്തിൽ കൂടെ പോകുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറേ മാസങ്ങളായി ഹോൾഡ് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്കും അതിനകത്ത് ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് തരുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം വരും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ കാണാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂ ഇയറിൽ ഞാൻ എല്ലാവർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും, പെയ്ഡും അൺപെയ്ഡും എല്ലാവർക്കും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ അയച്ചു കൊടുത്തായിരുന്നു. അത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പം അതിനകത്ത് നമ്മുടെ ഒരു കണ്ടീഷനാണ്, നമ്മൾ ഏത് നല്ല സ്റ്റോക്കാണെങ്കിലും ബേസിക് റൂൾ നമ്പർ 1, നമ്മൾ സ്റ്റോക്ക് 200-day മൂവിങ് ആവറേജിൻ്റെ മേളിൽ പ്രൈസ് നിൽക്കുമ്പോഴേ നമ്മൾ കയറുകയുള്ളൂ എന്ന്. 200-day മൂവിങ് ആവറേജിൻ്റെ മേളിലായിരിക്കണം പ്രൈസ്. അങ്ങനെയുള്ള സ്റ്റോക്കിലെ നമ്മൾ എൻ്റർ ചെയ്യത്തുള്ളൂ എന്നതാണ് നമ്മളെടുത്തേക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിൽ നിൽക്കുമ്പം നമ്മൾ 10-day മൂവിങ് ആവറേജും 30-day മൂവിങ് ആവറേജിനെയും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ നിങ്ങൾ ആ റെസൊല്യൂഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എമൗണ്ട് പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് അടിക്കേണ്ടത്. 2-3 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ എപ്പം കയറണം എപ്പം ഇറങ്ങണം എന്നുള്ളത് നമുക്ക് നോക്കാം. 2 സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കുള്ളത്. ഓക്കെ, ഈ ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കാണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് 200 days മൂവിങ് ആവറേജ് ആണ് കേട്ടോ. 200 days മൂവിങ് ആവറേജിനെയാണ് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ 200-day മൂവിങ് ആവറേജ് സ്റ്റാർട്ട് ചെയ്തത് ഒരു കണ്ടില്ലേ, somewhere around 4th May 2009. ഓക്കെ, അന്ന് ഇതിൻ്റെ പ്രൈസ് എത്ര? 4th May 2009 ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വെറും 84 രൂപ. ഓക്കെ, എത്രയാണ്? 84 രൂപയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ്. അന്ന് മുതൽ ഈ സ്റ്റോക്ക് 200-day മൂവിങ് ആവറേജ്, റെഡ് ലൈനാണ് 200-day മൂവിങ് ആവറേജ്. അന്ന് മുതൽ ഈ സ്റ്റോക്ക് 200-day മൂവിങ് ആവറേജിൻ്റെ മേളിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഒരിക്കലും താഴെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് അങ്ങനെ പെർഫോം ചെയ്ത് നല്ല പ്രോഫിറ്റ് എന്ന് പോവാണ്. ഒരു ആവശ്യവുമില്ല. മാർക്കറ്റിൽ പല ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്, പല ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട്, മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2016 നല്ലൊരു കറക്ഷൻ വന്നു. കുറേ മാസങ്ങൾ സ്റ്റോക്ക് ഇവിടുന്ന് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയും മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ നല്ല പ്രോഫിറ്റിലിരിക്കുക. നമ്മൾ 84 രൂപയ്ക്കാണ് സ്റ്റോക്ക് മേടിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും റാലി ചെയ്യുന്നു, പിന്നെയും കറക്റ്റ് ചെയ്യുന്നു. ബട്ട് വി ആർ ഹോൾഡിങ് ബിക്കോസ് സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അബവ്
200-day മൂവിങ് ആവറേജ്. ഓക്കെ, അങ്ങനെ വന്ന് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഈ സ്റ്റോക്ക് ഈ 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആ സമയത്ത് നമ്മളങ്ങ് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ്. ഓക്കെ, ഇത് നമ്മൾ 200-day മൂവിങ് ആവറേജിൻ്റെ മേളിൽ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നപ്പോൾ നമ്മൾ സ്റ്റോക്കിനെ മേടിച്ചു. അതേപോലെ തന്നെ ബെയറിഷ് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നപ്പം നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. ഓക്കെ, അപ്പം 84 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇവിടെ വന്നപ്പം ഒരു ഷെയറിൽ എത്ര രൂപ പ്രോഫിറ്റ്? 2831 റുപ്പീസിലാണ് അവർ ആ സ്റ്റോക്ക് വിൽക്കുന്നത്. ഓക്കെ, 2024. അപ്പം ഒരു വർഷം 3 ബോണസെങ്കിലും കിട്ടും. അപ്പം ഒരു വർഷം 3 ബോണസ് പ്ലസ് പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് ഈ ഒരു കമ്പനി അവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലോങ് ടേമിലേക്ക് വേണ്ടി ചൂസ് ചെയ്യുന്ന സ്റ്റോക്കിൽ ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കല്ല. നമ്മളതിനകത്ത് തന്നെ ട്രൈ ടു ഹോൾഡ് ഓൺ ആൻഡ് റാലിയിൽ പങ്കെടുക്കുക. എപ്പോഴൊക്കെ മാർക്കറ്റ് കറക്ഷൻ ആകുന്നു ആ സമയത്തൊക്കെ നമ്മൾ കുറച്ചുകൂടെ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആ സ്റ്റോക്കിൽ റാലി ചെയ്യുക. അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ലോങ് ടേം ഹോൾഡേഴ്സ് സ്ട്രിക്ട്ലി റെസ്പെക്റ്റ് 200-day മൂവിങ് ആവറേജ്. ഓക്കെ, 200-day മൂവിങ് ആവറേജിനെ എവിടെയൊക്കെ വെച്ച് ക്രോസ് ഓവർ നടക്കുന്നോ ആ സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. ഓക്കെ, അത് 200-day ലോങ് ടേമിലേക്ക്. ഓക്കെ, ഇനിയും നമ്മൾ സ്വിങ് ട്രേഡിങ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് നോക്കാം. സാമ്പിൾസ് ഇതിനകത്തും തന്നെ നമുക്ക് നോക്കാം. ഇനിയും ഈ ഏഷ്യൻ പെയിൻറ്റ്സ് നല്ലൊരു റാലിയൊക്കെ തന്ന് ഓക്കെ 2022 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഹൈ എന്ന് പറയുന്നത് 3591 റുപ്പീസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് വന്നപ്പം നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. നമുക്കത് രണ്ടിനെയും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഒന്ന് റാലി നടത്തി, വീണ്ടും കറക്റ്റ് ചെയ്തു. സെയിം എമൗണ്ടിൽ അത് വന്ന് 2600 ആ റേഞ്ചിൽ വന്നു. തിരിച്ച് വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് പോയി, ഒരു റാലി നടത്തി. വീണ്ടും ആ റെസിസ്റ്റൻ്റ്, അതായത് 3500 ആ റെസിസ്റ്റൻ്റിൽ വന്നു. വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അങ്ങനെ ഈ മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൂടെ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വിങ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വിങ് ട്രേഡിംഗ് ആണ്. നമ്മൾ ആദ്യമേ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയെ തിരഞ്ഞെടുത്തു. ഏഷ്യൻ പെയിൻറ്റ്സ് മാർക്കറ്റ് ലീഡേഴ്സാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് മാർക്കറ്റ് ലീഡേഴ്സാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ്. നല്ല ഡിവിഡൻറ്റും ബോണസും ഒക്കെ തരുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഈ ഒരു കമ്പനിയിൽ നമ്മുടെ ചെക്ക് ലിസ്റ്റെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മളെന്തോ ചെയ്യാൻ പോകുന്നത്? നമ്മൾ RSI വെച്ചാണ് നമ്മൾ സ്വിങ് ട്രേഡിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴൊക്കെ ഈ സ്റ്റോക്ക് 30 RSIയുടെ താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നു. അതേപോലെ തന്നെ എപ്പോഴൊക്കെ സ്റ്റോക്ക് 70 RSIയുടെ മേളിൽ പോയിട്ട് ഒരു റീബൗണ്ട് ചെയ്യുമ്പം 10-day മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഓക്കെ, കയറുന്നത് എപ്പോഴൊക്കെ RSI 30 താഴെ പോകുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നു. അതേപോലെ തന്നെ RSI 70 മേളിൽ സ്റ്റോക്ക് പോകുമ്പോൾ അവിടെ വെച്ച് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് 10-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഓക്കെ, മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ 30-day മൂവിങ് RSI 30 താഴെ വന്നപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നു. അതേപോലെ തന്നെ RSI 70
ഈ നമ്മൾ 70ക്ക് മേളിൽ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കാനായിട്ട് റെഡിയായിരിക്കുന്നു. എപ്പം 10-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് ക്രോസ് ചെയ്യുന്നു, ഓക്കെ, അന്നേരം നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഇവിടാണ് ചാൻസ് കിട്ടിയത്. അപ്പം ഇവിടുന്ന് നല്ലൊരു റാലി ഇവിടുന്ന് നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ നല്ലൊരു റാലി. ഇവിടുത്തെ പ്രൈസ് എത്രയായിരുന്നു? 2700. ഇവിടുത്തെ പ്രൈസ് 3574. നല്ലൊരു റാലി കിട്ടി. അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത്, ചുമ്മാ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന പോലും ഷെയർ പെർഫോം ചെയ്യൂല. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ 200-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ഡൗൺ ചെയ്ത് താഴെ വന്നു. അപ്പം ലോങ് ടേം ഹോൾഡേഴ്സ് എക്സിറ്റ് അടിക്കണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. അപ്പോൾ ഇവിടെ 200-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തു. ലോങ് ടേംസ് ഇൻവെസ്റ്റേഴ്സ് അതിനകത്തുനിന്ന് എക്സിറ്റ് അടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ നടന്നു. നോക്കിയേ, ഇവിടുന്ന് താഴെ ക്രോസ് ഓവർ നടത്തിക്കഴിഞ്ഞു, ബെയറിഷ് ക്രോസ് ഓവർ നടന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കണ്ടമാനം കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടം വരെയും മാർക്കറ്റ് വലിയൊരു എമൗണ്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ സ്റ്റോക്കിൽ കയറണമെങ്കിൽ, ഓക്കെ, ലോങ് ടേമിലേക്ക് വേണ്ടി നമ്മൾ തിരിച്ച് കയറണമെങ്കിൽ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ഷെയറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കയറാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കയറാം. 30 RSIയുടെ താഴെ വന്നുകൊണ്ട് ഇവിടെ നമുക്ക് കയറാം. അല്ല, നമുക്ക് ഞാനാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. ഈ സ്റ്റോക്ക് 200-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ കയറുമ്പോഴേ ഞാൻ കയറത്തുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ തിരികെ വീണ്ടും ലോങ് ടേമിലേക്ക് വേണ്ടി വന്നേക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ്? ഇവിടാണ്. അതായത് 29 ഒക്ടോബർ 2025 വീണ്ടും 200-ഡേ മൂവിങ് ആവറേജിനെ ഈ സ്റ്റോക്ക് ക്രോസ് ഓവർ ചെയ്തത്. അപ്പം എത്ര ദിവസം ഈ സ്റ്റോക്ക്, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് സൈഡ് വേസ് പോയത് 364 ദിവസം, 364 ഡേയ്സ് ഈ സ്റ്റോക്ക് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, ഏഷ്യൻ പെയിൻറ്റ്സ് ഫോളായി, മോർ ദാൻ 38% ഫോളായത്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എ ഇയർ സൈഡ് വേസ് പോയി, പിന്നാണ് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ബ്രേക്ക് ഔട്ട് തന്നേക്കുന്നത് ഇവിടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം കയറി ഇനി ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവരെ നമുക്ക് അടുത്ത എന്നാണ് ഈ 200-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വരുന്നത് അന്ന് നമ്മൾ എക്സിറ്റ് അടിക്കും. 1. 2, ഈ സ്റ്റോക്ക് സൈഡ് വേസ് പോവുകയാണെങ്കിൽ എപ്പം ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് അങ്ങ് എക്സിറ്റ് അടിക്കുക, വേറെ നല്ല സ്റ്റോക്കിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിളൂടെ എടുക്കാം. ഇതെൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ എക്സിറ്റ് അടിച്ച ഒരു ഷെയറാണ്, HCL ടെക്നോളജി. അപ്പോൾ ഈ ഷെയറിൽ ഞാൻ 13th എൻ്റർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് 2nd 1 2026, അത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ യെസ്റ്റർഡേ ഫ്രൈഡേ ഞാൻ ഇതിനകത്തുനിന്ന് എക്സിറ്റ് അടിച്ചു. അത് എന്ത് റീസൺ ആണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ 13/10/2025 ഇവിടെ ബിഗ് ക്രോസ് ഓവർ നടന്നു. 10-ഡേ മൂവിങ് ആവറേജ് 30-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മേളിലോട്ട് പോയി. അന്ന് ഞാൻ ആ സ്റ്റോക്ക് ഹൈ വന്നത് 15, ഇവിടെ നോക്കിക്കോണേ, അന്ന് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 1503 ആയിരുന്നു ഹൈ. ഞാൻ 1502 ആ സ്റ്റോക്ക് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് 2-ാം തീയതി ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. 2 റീസണാണ്. ഒന്ന്, ഈ സ്റ്റോക്ക് 10-ഡേ മൂവിങ് ആവറേജിനെ പ്രൈസ് ക്രോസ് ചെയ്ത് താഴെ വന്നു. പിന്നെ
30-day മൂവിങ് ആവറേജിനെയും പ്രൈസ് ക്രോസ് ചെയ്ത് താഴെ വന്നു. ഓക്കെ, ആ സമയത്ത് ഞാനിനി പിന്നെ മാർക്കറ്റിൽ IT കമ്പനിയെക്കുറിച്ചൊരു ചെറിയൊരു റൂമറും വന്നപ്പം ഞാൻ അതിനകത്തുനിന്ന് എക്സിറ്റ് അടിച്ചു. അതാണ് എൻ്റെ റീസൺ. ഓക്കെ, ഫസ്റ്റ് റീസണ് ഇത് 10-day മൂവിങ് ആവറേജിൽ നിന്ന് ഇത് താഴോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 30-day മൂവിങ് ആവറേജിനെയും ക്രോസ് ചെയ്ത് പ്രൈസ് താഴെ വന്നപ്പം ഞാൻ റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്, പ്രോഫിറ്റ് കളയാതിരിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് എക്സിറ്റ് അടിച്ചു. അതാണ് ഫസ്റ്റ് റീസൺ. പിന്നെ സെക്കൻഡ്, മാർക്കറ്റ് റൂമേഴ്സ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് 16,328 പ്രോഫിറ്റ് ഫ്യൂ ഡേയ്സിനകത്ത്, ജസ്റ്റ് 2 monthsനകത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് 10-day മൂവിങ് ആവറേജ്, സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് 30-day മൂവിങ് ആവറേജ്. ഓക്കെ, പ്രൈസ് നല്ല പ്രോഫിറ്റിലാണെങ്കിൽ 10-day ക്രോസ് ചെയ്യുന്ന സമയത്ത് RSIയും എല്ലാ കോമ്പിനേഷൻ നോക്കി എക്സിറ്റ് വേണേൽ അടിക്കാം. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ 30-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അങ്ങ് എക്സിറ്റ് അടിക്കുക. ചില സമയത്ത് നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോഴായിരിക്കും ഈ സ്റ്റോക്ക് പിന്നെ നല്ലതായിട്ട് കയറുന്നത്. എൻ്റെ അനുഭവത്തിൽ പല ഡിസിഷനിലും ഞാൻ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞ് സ്റ്റോക്ക് നല്ലതായിട്ട് മേളിൽ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഐ ആം ഹാപ്പി വിത്ത് കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു റൂൾ ബ്രേക്ക് ചെയ്തു. ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് 30-day മൂവിങ് 200-day മൂവിങ് ആവറേജിൻ്റെ താഴെയായിരുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷൻ അനുസരിച്ച് ഇതിനകത്ത് കയറാൻ പാടില്ല. പക്ഷേ ഇത് ലാസ്റ്റ് ഇയറിൻ്റെ പർച്ചേസ് ആയിരുന്നു. അതുകൊണ്ട് ഓക്കെ, ഇനി ഈ വർഷം ഞാൻ കഴിവതും 200-day മൂവിങ് ആവറേജിൻ്റെ മേളിലുള്ള സ്റ്റോക്കുകളെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് പ്രോഫിറ്റിനേക്കാട്ടിലും നല്ലത് ലോസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ലോസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 200-day മൂവിങ് ആവറേജിൻ്റെ മേളിൽ പ്രൈസ് വരുമ്പം, അതുപോലെ ഗോൾഡൻ ക്രോസ് ഓവറൊക്കെ കാണുമ്പോഴേ മേടിക്കാവൂ. ഓക്കെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നും ബൈ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ എപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിക്കാം എന്നുള്ള ഒരു പഠനമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെ അങ്ങനെ കാണാവൂ. ദിസ് ഈസ് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ please contact me and I will help you out. Thank you. God bless you.